ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കാദ്യമായി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് നമ്മൾ ഈ ഫോക്സ്റ്റൈൽ പാം എന്ന് പറഞ്ഞ കുറുക്കൻ്റെ പാലെന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് വളരെ കൊനാപ്പി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഉണക്ക സമയങ്ങളിൽ അതിൻ്റെ ഇലകൾ ചെറുതായിട്ട് ഉണങ്ങാറുണ്ട്, ചൂട് കാരണമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടും അതിന് ധാരാളം വെള്ളം അതിൻ്റെ ഇലകൾക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കകം അത് പൂർണ്ണമായിട്ടും മാറും. ഉണക്ക് സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിന് മറ്റൊരു മെയിൻ്റനൻസ് ഇല്ല, മറ്റൊരു രോഗവും ഇതിനെ ബാധിക്കത്തില്ല. വളരെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് ഇത് ഗ്രാസിനകത്തായാലും ശരി, അല്ലെങ്കിൽ മറ്റ് ചില സ്കാൻഡി ആയിട്ടുള്ള സ്ഥലത്തായിട്ടും വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അടുത്തായിട്ട് നമ്മളൊരു റിച്ചി മേരി എന്ന് പറഞ്ഞ ഒരു പാമാണ്. ഈ പാമിൻ്റെ മറ്റൊരു വേർഷനാണിത്. ഇത് വളരെ മഞ്ഞപ്പായിട്ടുള്ള ഒരു പ്ലാന്റാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ ഗ്രേസ് ആണ് കാണാൻ. ഇത് നമ്മുടെ ഗ്രാസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഏകദേശം നമ്മുടെ ഒരു വളരെ മിനിമലിസം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ സെൻറ്റർ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സെറ്റ് ബാക്കിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാമാണ്. എവിടെ നിന്ന് നോക്കിയാലും ശരിക്കൊരു നോട്ടം കിട്ടുന്ന ഒരു പാമാണ്. അതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു 1000 രൂപയിൽ നിന്നും തുടങ്ങി മേപ്പോട്ട് ഏത് റേഞ്ചിലുമുള്ള ഒരു റേറ്റിലേക്ക് പോകുന്ന ഒരു പാമാണ്. തന്നെ അല്ല, ഇതിന് മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളതാണ്. ഇതിന് ഈ പറഞ്ഞ പോലെ ഉണക്ക് സമയങ്ങളിൽ ചില ഇലകൾക്ക് ചെറിയ ചെമ്പിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ധാരാളം വെള്ളം തളിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് നമ്മുടെ ബോർഡ് അരളിയാണ്. ഇതൊരു പച്ചയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞപ്പുണ്ട്. മഞ്ഞപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള ബുഷായിട്ടുള്ള ചെടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ധാരാളം, നമ്മൾ പച്ചയെ കിട്ടിയാലും നമുക്ക് ധാരാളം ഈ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പച്ച കിട്ടിയാലും പക്ഷേ 2 ആഴ്ച കൊണ്ട് അത് മഞ്ഞയാകും. ആ മഞ്ഞ കളറാണ് നമുക്ക് സത്യത്തിൽ നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഇതിനെ വളർത്തി ഇതിന് മറ്റ് ഗ്രാസിന് കൊടുക്കുന്ന അതേ വളം തന്നെയാണ് നമുക്കിതിനും കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഓൾട്ടർനേറ്റായിട്ട് നമ്മുടെ ഗ്രാസിന് വെക്കാം, ചെടിച്ചട്ടിക്കകത്ത് വെക്കാം. ഈ പ്ലാനർ ബോക്സ് പോലെയുള്ള പ്ലേസിലേക്ക് നമുക്ക് ആ ഒരു മൂമെൻറ്റിലേക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിനും ഈ മഴ സമയങ്ങളിൽ താഴ്വശം അളിയാറുണ്ട്. ആ താഴ്വശം നമ്മൾ അതിനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം ഈ റോഗർ എന്ന് വരുന്ന ആ മെഡിസിൻ നമ്മൾ ഈ 10 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഏകദേശം ഒരു മഞ്ഞയും ചെറിയ പച്ചപ്പും കലർന്ന ഒരു ഇലകളാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. അപ്പം ഇത് ഈ പറയുന്ന പോലെ ചില സമയങ്ങളിൽ ചില ഇല പൊഴിയുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. അത് നല്ല രീതിയിലുള്ള വളം നമുക്കിതിനായി നമ്മുടെ ഗ്രാസിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് കൊടുക്കുന്ന വളങ്ങൾ കുറേ അതിൻ്റെ ഈ ചുവടുകൾ, അപ്പോൾ ചെടിച്ചട്ടിക്ക് അതിൻ്റെ ചുവടുകൾ ഇളക്കി ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നമ്മുടെ ഗ്രാസിനകത്താണെങ്കിൽ സാധാരണ ഗ്രാസിൽ ഉപയോഗിക്കുന്ന വളം തന്നെ ധാരാളമായി ഇതിന് കൊടുക്കാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഇതും നമുക്ക് ഏത് ചട്ടിക്കകത്തായാലും ശരി, മറ്റ് ഏത് ഭാഗങ്ങൾ നമ്മുടെ ഗ്രാസിനകത്തായാലും ഗാർഡനിലായാലും ശരിയൊക്കെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ ഹൗസ് പോലുള്ള പ്ലേസിലേക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അടുത്ത ഷാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. ഇതും പാമ്പിൻ്റെ മറ്റൊരു വേർഷനാണ്. താഴ്വശം ശരിക്കും ഒരു ബോൾ പോലെ വരുന്ന ഒരു പാമാണ്. ഇതിന് മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു രീതി. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഷേപ്പായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഒരു കാരണവശാലും ഉണങ്ങലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഫംഗസോ ഒന്നും പിടിക്കാത്ത, മുരടിപ്പൊന്നും ഇല്ലാത്ത ചെടിയാണ്. ഇതിനും ആവശ്യത്തിന് സമയാസമയങ്ങളിൽ നമ്മൾ വളം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രഷായിട്ട് വളരെ കരുത്തോടു കൂടി വളരുന്ന ഒരു ചെടിയാണ്. മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ മനോഹരമായൊരു പ്ലാന്റാണിത്. അടുത്ത നമ്മൾ ഷഫ്ലോറ എന്ന് പറഞ്ഞ ഒരു ഇനം പ്ലാന്റാണ്. ഇതിനും ഇത് ഈ പറഞ്ഞ പോലെ മഞ്ഞയും പച്ചയും കലർന്ന ഒരു ചെടിയാണ്. ഇതും ഈ ബോർഡർ പ്ലാന്റായിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാനർ ബോക്സിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ ചെറിയ ഡിസൈൻ പോലെ വരച്ച് അതിനകത്തുള്ള സെറ്റ് ചെയ്ത് ആ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി മാത്രം
ഇതും ഉപയോഗിക്കാറുണ്ട്. ചെടിച്ചട്ടിക്കകത്തായാലും ഈ പറയുന്ന ഗാർഡനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനം പ്ലാന്റാണ് ഷഫ്ലോറ. അടുത്തായിട്ട് നമ്മൾ ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് മഴ സമയങ്ങളിൽ ഇതിൻ്റെ താഴ്വശം അളിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിന് ഈ പറയുന്ന പോലെ താഴ്വശത്തെ ആ അളിഞ്ഞ ഭാഗം, ആ തണ്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് റോഗർ എന്ന് പറഞ്ഞ മരുന്ന് ഇതിന് ഒഴിച്ച് കഴിക്കുക. നമ്മൾ നേരത്തെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ റോഗർ മരുന്ന് അത് ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഈ ക്രിസ്മസ് പോലുള്ള ചില ആഘോഷത്തിൽ ഇത് വളരെ പൊക്കമുള്ള ചെടികളാണ്. ഇത് 80 രൂപ മുതൽ റേഞ്ചിൽ മുന്നോട്ട് ഏത് ഹൈറ്റിലുള്ള നമുക്ക് സൈസിലുള്ള ചെടികളും നമുക്ക് കിട്ടാൻ മാർക്കറ്റിൽ വളരെ സുലഭമാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലാന്റാണ്. അത് നമുക്ക് ഈ സ്കെച്ച് ലൈറ്റ് പോലത്തെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് ഇതിനെ സുന്ദരമായ രീതിയിൽ ആക്കി ആഘോഷിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.